നമ്മുടെ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കീബോർഡിനകത്ത് നമ്മൾ വാട്സപ്പിലൊക്കെ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. ഇവിടെ നമ്മുടെ കീബോർഡിൻ്റെ വലത് ഭാഗത്തുള്ള ഈ വോയിസ് ടൈപ്പിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ പറയാനുള്ളത് അത് ഇതുപോലെ നമ്മൾ വോയിസിൽ പറഞ്ഞാൽ ഇവിടെ നമുക്കത് ടൈപ്പ് ചെയ്ത് തരും. എന്നാൽ ഈ കീബോർഡ് ഇല്ലാത്ത നമുക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ബോണസായിട്ട് ഒരു ഫീച്ചർ കൂടി ഇതിനകത്ത് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ഫീച്ചർ നോക്കാം. ഞാൻ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ കോൺടാക്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്യാണ് നമുക്ക് കീബോർഡ് കിട്ടുന്നതിന് വേണ്ടി. ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ സാധാരണ കീബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ വോയിസ് ടൈപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഈ കീബോർഡ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡാണ്. ഒട്ടനേകം ഫീച്ചറുകളുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ടിപ്സുകളുള്ള ഒരു കീബോർഡാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ്. മംഗ്ലീഷിലും അതുപോലെ തന്നെ വോയിസ് ടൈപ്പിങ്ങിൽ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാനും ട്രാൻസ്ലേഷൻ ചെയ്യാനും അങ്ങനെ ഒട്ടനേകം ഫീച്ചറുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കീബോർഡിനകത്താണ് നമ്മൾ ഈ ട്രിക്ക് പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ നമ്മുടെ വാട്സപ്പിൻ്റെ ഈ വോയിസ് ബട്ടൺ അല്ല, ഇവിടെ കീബോർഡിനകത്തൊരു വോയിസ് ബട്ടൺ കാണും. ഈ കാണുന്നത് ഇതിനകത്ത് ഇത് നമുക്ക് പറയാനുള്ളത് അതുപോലെ പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറയുന്നത് ഇതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് തരുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്ത് തരും. കീബോർഡിൽ നമുക്ക് ആ വോയിസ് ടൈപ്പിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ കീബോർഡിനകത്ത് മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ താഴെ വോയിസ് ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം നിങ്ങളുടെ ഫോണിനകത്ത് ഓഫാണ് നോക്കുക. ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കീബോർഡിലേക്ക് തന്നെ വരിക. കീബോർഡിലേക്ക് വന്നതിന് ശേഷം ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കീബോർഡ് ഇല്ലാതെ എങ്ങനെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഈ കീബോർഡിനകത്തുള്ള ഈ വോയിസ് ബട്ടണിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അവിടെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലൊരു ആരോ മാർക്ക് കാണും താഴെ ഭാഗത്തേക്കുള്ള, അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കീബോർഡിനകത്ത് ഇതുപോലൊരു ഐക്കൺ വന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ കീബോർഡ് എവിടെയാണോ നിങ്ങൾക്ക് കീബോർഡ് വെക്കേണ്ടതെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കീബോർഡ് കാണിക്കുന്നില്ല, ഇവിടെ കാണാൻ സാധിക്കും കീബോർഡില്ല. കീബോർഡിന് പകരം നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഈ ഐക്കണിന് മുകളിലായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് വോയിസിൻ്റെ ഐക്കൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് നമുക്ക് വോയിസിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വാട്സപ്പിൻ്റെ ഏത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു വോയിസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ താഴെ ഭാഗത്ത് എഴുതി തരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി പറഞ്ഞ് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കീബോർഡിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ ഇവിടെ നാലാമത് കാണുന്ന ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏത് കീബോർഡാണ് വേണ്ടത്, മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ഏതാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കീബോർഡ് മാറ്റാൻ സാധിക്കും. ഇനി പഴയതുപോലെ കീബോർഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കീബോർഡിൻ്റെ ചിഹ്നം കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ കീബോർഡാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കീബോർഡ് ഇല്ലാതെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്നത് പരിശോധിച്ചത്. ഇനി ഇതിനകത്തൊരു ബോണസായിട്ടൊരു ടിപ്സ് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഈ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇടത് ഭാഗത്ത് അവസാനം ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്ത് വന്നാൽ ഫ്ലോട്ടിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇതുപോലെ നമുക്ക് കിട്ടും. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാം. ഇവിടെ വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് താഴെ ഭാഗത്ത് ടൈപ്പായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. കീബോർഡ് ഇവിടെ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമുക്ക് താഴെ ഈ അവസാനം കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വലുതാക്കാനും അതുപോലെ തന്നെ ചെറുതാക്കാനൊക്കെ സാധിക്കും. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലൊക്കെ എടുത്തിരുന്ന് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാട്സപ്പിൽ ഇതുപോലെ ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് മെസ്സേജുകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി എനിക്ക് ഈ കീബോർഡ് ഇതുപോലെ ആ ചാറ്റിന് മുകളിൽ ഇതുപോലെ കൊണ്ടുപോയി വെച്ച് അവർക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതാക്കി കൊടുത്താൽ മതി. കീബോർഡ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ചാറ്റ് ചെയ്യുന്ന മെസ്സേജിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ട്രിക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കണ്ട ഫ്ലോട്ടിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പഴയതുപോലെ കീബോർഡ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.